വളരെ സന്തോഷത്തോടുണ്ട് ഈ MLA മെറിറ്റ് അവാർഡ് പ്രോഗ്രാമിൽ വിജയോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞാനിത് സമ്മതിച്ചതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ MLA ശ്രീ മീനു ജോബ് ആദ്യമായിട്ട് ഒരു പരിപാടി എന്നെ ക്ഷണിക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും അത് വരണം എന്ന് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹവും ഞാൻ നൽകുകയാണ്. രണ്ടാമത്, ഈ ചങ്ങനാശ്ശേരി പട്ടണത്തിലെ മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മിടുക്കന്മാരെയും മിടുക്കികളെയും കാണാനുള്ള വളരെ അപൂർവമായ ഒരു അവസരമായി ഞാനിതിനെ കരുതി. അതുകൊണ്ട് ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്കും വളരെ ഹൃദയപൂർവ്വം എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും നൽകുകയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊന്ന് ഒരു കൈയ്യടി കൊടുക്കാം, അല്ലേ? നിങ്ങളൊക്കെ ഇത്രയും A+ എല്ലാം മേടിച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാൻ പോവുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരാണ്, ഫുൾ A+കാരാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരെല്ലാം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറ്. ഓരോ വർഷവും ഫുൾ A+കാരെ എല്ലാം വിളിച്ച് നമ്മൾ അവാർഡ് എടുക്കും. പിന്നെ ഈ കുട്ടികളെ എവിടെ പോയി അപ്രത്യക്ഷ ഒരു പിടി ഇവരെ നാട്ടിലൊന്നും കാണാനില്ല. നമ്മുടെ ചെറുപ്പക്കാരെ അധികം ഒന്നും നാട്ടിൽ കാണാനില്ല. എല്ലാവരും ചങ്ങനാശ്ശേരിക്ക് പുറത്തേക്ക് പോകുന്നു. അത് കുഴപ്പമില്ല, നന്നാകാനാണെങ്കിൽ പ്രശ്നമില്ല, പോട്ടെ, പുതിയ അനുഭവങ്ങളുമായിട്ട് തിരികെ വരുമെങ്കിൽ. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ പൊതുമണ്ഡലങ്ങളിലൊന്നും നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികളെ പലപ്പോഴും എനിക്ക് ഒരല്പം സങ്കടമുണ്ടാകുന്ന കാര്യം. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, അല്ലെ, നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യർ നമ്മളെ ഭരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയത്തോട് നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ ഒരു വിമുഖതയാണ്. അതിന് കുറച്ചൊക്കെ ഞങ്ങളും കാരണക്കാരായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റിട്ടയർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലുള്ള നല്ല കഴിവുള്ളവര് എല്ലാ മേഖലകളിലും ഉള്ളവരൊക്കെയുണ്ട്. നമ്മുടെ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷകരവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുപോലെ കേരളത്തിന്റെ ഭരണരംഗത്തേക്ക് നമ്മുടെ അധികം കുട്ടികൾ കടന്നത് സിവിൽ സർവീസിലേക്കൊക്കെ വളരെ കുറച്ച് പേരെ വരുന്നു. ചിലർ പറയുന്നത് എഴുതിയാലും കിട്ടത്തൊന്നുമില്ല, എഴുതിയില്ലെങ്കിൽ വേറെ വല്ല ജോലിക്ക് പോകാറില്ല. ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളെ കാണാനായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്തെ വലിയ മലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സന്ദർശിക്കാൻ. മെത്രാൻ എന്താണ് അവിടെ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. അതിന്റെ വൈസ് ചാൻസലർ നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട കുരുവിള സാറാണ്. സാർ എന്നെ ക്ഷണിച്ചു. വലിയ VVIP പരിഗണന എന്നെ തന്നു. ക്രയോജനിക് മിസൈൽ ടെക്നോളജിയൊക്കെ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അവർ വിജയിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മനോഹരമായ ക്യാമ്പസ്, 500 ഏക്കർ ക്യാമ്പസിൽ ധാരാളം കേന്ദ്ര ഫണ്ട് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ, അവിടെ BTech കോഴ്സാണ്, ഇവിടുത്തെ BTechൽ നമ്മുടെ പിള്ളേർ, സാറ് പറഞ്ഞു നമ്മുടെ പിള്ളേരെല്ലാം വളരെ കുറവാണ്, 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിടുക്കന്മാരും മിടുക്കികളുമാണ് പഠിക്കുന്നത്. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പലയിടത്തും പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് അറിയത്തുള്ളൂ. നമ്മുടെ പിള്ളേർക്ക് ആകെപ്പാടെ 2 എൻട്രൻസേ അറിയത്തുള്ളൂ. എന്തോ, ഒന്ന് കീമുണ്ട്, ഒന്ന് നീറ്റും ഉണ്ട്. അത് തീർന്നു. വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. വേറെ എന്തെങ്കിലും എൻട്രൻസ് എക്സാംസ് ഉണ്ട് ഈ നാട്ടിൽ. ഏതെല്ലാം മേഖലകളിൽ നമുക്ക് പഠിക്കാനായിട്ട് സൗകര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുണ്ട്, വലിയ ചെലവൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ മേഖലയിലേക്കൊന്നും പോകാതെ വേറെ എങ്ങോട്ടൊക്കെ പോയി അപ്രത്യക്ഷരാവുകയാണ്. ആ വഴി അവരൊക്കെ പോവുകയാണ്. നമുക്ക് നമ്മുടെ നാടിനെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ളൊരു സങ്കടം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ MLA ബിനു അത് നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് ജോബുകൾ എന്ന് പറയുന്നത് 2% ഉള്ളൂ. നമ്മൾ അത് നോക്കിയിട്ട് ഇത് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്നവരായിട്ട് മാറാനായിട്ട് സാധിക്കും. ആ തരത്തിൽ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും.
അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ നാടിനെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ പലരും ഇന്ത്യക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സമ്പത്തുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ അവരൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ സാധ്യതകളുണ്ട്, പക്ഷെ അത് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കരിയറിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ നാടിന്റെ പുരോഗതിയെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാം. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടവരെ കൊണ്ടാണ് ഈ നാട്ടിൽ വളർച്ചയുണ്ടായത്. നാടിനെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു മനോഹാരിത എന്താണ്? നാനാജാതി മതസ്ഥർ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് ഞങ്ങളെല്ലാം ഇന്ത്യക്കാരാണെന്നും മലയാളികളാണെന്നും പറയുന്ന ഒരു വലിയ സൗഹൃദത്തിന്റെ ഒരു വലിയൊരു പരിസരമാണ് നമ്മളിവിടെ സൃഷ്ടിച്ചത്. പക്ഷെ ഇന്ന് ഈ മതത്തിന്റെയും ജാതിയുടെയും എല്ലാം പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശക്തികളെല്ലാം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു രാജ്യമാണ്, ഒരു സമൂഹമാണ്, ഒരുമിച്ച് നിൽക്കണമെന്നും നാനാത്വത്തിൽ വൈവിധ്യം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ മനോഹരമായ ഭാരതീയ ചിന്ത അതെല്ലാം സ്വന്തമാക്കി നമ്മൾ അതിനു വേണ്ടിയിട്ട് പോരാടണമെന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിക്കും, ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഇത് നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞാൽ അവരെന്നാ പറയും? അതുങ്ങൾക്ക് പാവങ്ങള് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യർ എത്രയോ പേര്. ഒരു സ്കൂൾ എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ലാത്ത എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും ഇന്ത്യയിലുണ്ട്. എന്നിട്ടാണ് ഇന്ത്യ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മീൻപിടിക്കുന്നു. ഞാൻ കുറെ നാളുകൾക്ക് ഒറീസയിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി. അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണം എന്താണെന്നറിയാമോ? ചോറും ഉപ്പ് കൂട്ടി ചോറ് കൊടുത്താൽ അവർ സംതൃപ്തരാണ്. നിങ്ങളെല്ലാം അവിടെ വിടേണ്ടതാണ്, ഒരാഴ്ചയെങ്കിലും അവിടെ താമസിപ്പിക്കണം, എന്നാലേ നമ്മളൊക്കെ മര്യാദയാകത്തുള്ളൂ. ഞാൻ ചെന്നത് പ്രമാണിച്ച് അവർക്കൊക്കെ ഒരു ചിക്കൻ പീസും കൂടെ കൊടുത്തു. അവർ വളരെ ഹാപ്പി. അവരെല്ലാം ഡാൻസ് കളിക്കുന്നു, സന്തോഷമാണ് അവർക്ക്. അവര് സ്കൂള് കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല, കോളേജ് കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല. അങ്ങനത്തെ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് അവരെ കുറിച്ച് സ്വപ്നങ്ങൾ വേണ്ടേ? നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ സ്വപ്നം കാണുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ സുഖകരമായ സ്ഥലങ്ങളിലേക്ക് പോകണം, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് വേണം. അത് മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം വളരുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ വളർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച്, നാടിനെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകി അത് നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് മുഴുവൻ ജീവിക്കുമെന്നൊരു പ്രതിജ്ഞയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ